ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നിപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ അടിയന്തരമായി തന്നെ ഒരു കേസ് കേൾക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ജാമ്യ ഹർജിയുമായി കോടതിയിലേക്ക് പോയത്. ഇന്നിപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. എല്ലാ കേസുകളിലും എന്താണോ പരിഗണിക്കപ്പെടുന്നത് അതേ പരിഗണന മാത്രമേ ഉണ്ടാവൂ എന്നാണ് കോടതി പറയുന്നത്. സുപ്രീം കോടതിയുടെ വ്യത്യസ്ത വിധിന്യായങ്ങളിൽ പറയുന്നത് ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്നാണ്. ബെയിലാണ് യഥാർത്ഥത്തിൽ റൂൾ, ജയിലാണ് യഥാർത്ഥത്തിൽ എക്സെപ്ഷൻ എന്നാണ്. ആർക്കും ഒരു സ്പെഷ്യൽ പരിഗണനയും കൊടുക്കണ്ട, പക്ഷെ ഏതൊരു ഇന്ത്യൻ പൗരനും നൽകേണ്ട പരിഗണന ശ്രീ ബോബി ചെമ്മണ്ണൂറിനും ലഭിക്കണം. സമൂഹത്തിൽ വ്യാപകമായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പല സമൂഹത്തിലും നടക്കാറുണ്ട്. അതിന്റെ പേരിൽ ഒരു വർഷം ഒരാളെ ജയിലിലിടണം എന്ന മനോഭാവം ആൾക്കാർക്കുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണെന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല, തെറ്റാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരു വർഷം ഒരു വ്യക്തിയെ ജയിലിലിടണോ? ഭാരതീയ ന്യായ സംഹിത 75 4 ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കലേർഡ് റിമാർക്സിന്റെ പേരിൽ ഒരു വർഷം ജയിലിലിടണോ എന്ന് നീതിബോധമുള്ളവർ കൂടി ചിന്തിക്കണം. അപ്പോൾ അത്തരം സമാനമായ ഡയലോഗുകൾ ഇതേ സമാനമായ അഭിനേത്രിയോട് പല രംഗത്തും പല വേദിയിലും പല സിനിമകളിലും പറഞ്ഞ പശ്ചാത്തലം ഒക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കണം. പിന്നെ കോടതി എന്ത് പറഞ്ഞാലും ബഹുമാനിക്കുകയാണ് കോടതിയുടെ നിലപാടാണ് നമ്മൾ എല്ലാ നിയമം അനുശാസിക്കുന്നവരും പിന്തുടരേണ്ടത്. കോടതി പെട്ടെന്ന് കനിവ് കാണിക്കും, നീതി കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് രാഹുൽ ഈശ്വർ, ഈ 4 ദിവസത്തെ ഒരു സാവകാശമൊക്കെ സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ അപ്പോൾ തിടുക്കപ്പെട്ട് കോടതിയിലേക്ക് എത്തേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഹൈക്കോടതി ഇങ്ങനെ എടുക്കുമ്പോൾ അതൊക്കെ അറിയാത്ത ആളല്ലല്ലോ രാമൻ പിള്ള. അപ്പോൾ കോടതി അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇത് ജനാധിപത്യമാണ്, ഈ നിയമത്തിൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അദ്ദേഹം പിൻപറ്റുന്ന അദ്ദേഹത്തിന്റെ ജീവിത രീതിയോ അല്ലെങ്കിൽ പശ്ചാത്തലത്തിനോ ഒന്നും പ്രാധാന്യമില്ല. അവിടെ ഏത് സാധാരണക്കാരനാണോ എത്തുന്നത് ആ നിലയ്ക്കുള്ള പരിഗണന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ സമീപിച്ചത് പോലും അല്പം തിടുക്കപ്പെട്ടാണ്. സാധാരണക്കാർക്കും വേഗത്തിൽ നീതി നൽകണം. എല്ലാവർക്കും സ്ലോ ആയി നീതി നൽകുകയല്ല, സാധാരണക്കാർക്കും വേഗത്തിൽ നീതി നൽകണം. സ്വിഫ്റ്റ് ജസ്റ്റിസ് വേണം. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ജസ്റ്റിസ് ആർക്കും ഡിലേ ചെയ്യപ്പെടരുത്. അത് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല, സാധാരണക്കാരനും സമ്പന്നനും കോടീശ്വരനും പാവപ്പെട്ടവനും എല്ലാം വേണം. ആ സ്വിഫ്റ്റ് ജസ്റ്റിസ് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് നീതി കൊടുക്കില്ല, ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് വേഗത്തിൽ നീതി വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? എല്ലാവർക്കും വേഗത്തിൽ നീതി കൊടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പോരാടേണ്ടത്? ബോബി ചെമ്മണ്ണൂറിന് മാത്രം പതുക്കെ നീതി കിട്ടിയാൽ മതി, ബോബി ചെമ്മണ്ണൂർ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ, അവന്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ എന്ന മനോഭാവം മാധ്യമങ്ങൾക്ക് ഉണ്ടാവുന്നത് ശരിയാണോ? അല്ല, അങ്ങനെയുള്ള താല്പര്യമൊന്നും മാധ്യമങ്ങൾക്കില്ല. നമ്മൾ പ്രധാനം ചെയ്യുന്ന അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പൊതുവെ മാധ്യമങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂർ ഒരു നല്ല ഇരയാണ്. ആ ബോബി ചെമ്മണ്ണൂർ ഇരയും അവർക്ക് മാധ്യമങ്ങൾക്ക് വേട്ടക്കാരനാകാനും മാധ്യമങ്ങൾക്ക് നൈറ്റ് ഇൻ ദ ഷൈനിങ് ആർമർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കേസല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. മാധ്യമങ്ങളല്ലോ കൊണ്ടുപോയി കേസ് കൊടുത്തത് ശ്രീ രാഹുൽ ഈശ്വർ. മാധ്യമങ്ങളല്ലോ കൊണ്ടുപോയി കേസ് കൊടുത്തത്. ഒരു സ്ത്രീ അവർക്ക് ഏറ്റ ദുരനുഭവത്തെ കുറിച്ച് കോടതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു, പോലീസുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് എഴുതുന്നു. അപ്പോൾ എഴുതുമ്പോൾ ഒരു ഉത്കണ്ഠയോടുകൂടി, കാരണം പേര് പരാമർശിക്കാതെ ആദ്യം വാചകങ്ങൾ എഴുതുന്നു, തനിക്കേറ്റ ദുരനുഭവം സ്വാഭാവികം എഴുതുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നത് വളരെ പരമപ്രധാനമായ ഒരു ധർമ്മമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചോളം. പിന്നീട് അതിന്റെ ഒരു വരി മാത്രം അങ്ങ് കേൾക്കണം. പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന വെള്ള കുതിരയുടെ പുറത്തു വരുന്ന രാജകുമാരനാകാൻ മാധ്യമങ്ങൾക്ക് പലപ്പോഴും വലിയ താല്പര്യമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യവുമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് ആ വെള്ളക്കുതിര ആണിന്റെ പുറത്ത് ചാടിയാൽ മാത്രമേ നീതിയാകൂ എന്ന് കരുതരുത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇത്തരം പോയിന്റുകൾ ശ്രദ്ധിക്കുമെന്നും മാധ്യമ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നു. മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ടു അല്ലെങ്കിൽ അടിപ്പെട്ടുകൊണ്ട് കോടതി പോകുന്ന തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നല് വേണ്ടല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടോ? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പൊതുബോധത്തിനും പൊതുമണ്ഡലത്തിനും ആരും അടിപ്പെട്ട് പോകരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. പ്രോസിക്യൂഷൻ അടക്കമുള്ള ആൾക്കാർ അതിൽ അടിപ്പെടരുത്. കുറച്ചു ദിവസം ബോബി ചെമ്മണ്ണൂറിനെ അകത്തിട്ടാൽ എന്തോ വിജയം നേടി എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ പ്രോസിക്യൂഷൻ ഉണ്ടാകരുത്. അതായത് ശക്തിയുള്ളവനെയും സമ്പത്തുള്ളവനെയും വേട്ടയാടി കഴിഞ്ഞാൽ ശ്രീ രാഹുൽ ഈശ്വർ, നമുക്കിങ്ങനെ വലിച്ചു നീട്ടി പോകേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടതാണോ പോലീസ് അതിരാവിലെ 4 മണിക്ക് ഉണർന്ന് രാവിലെ തന്നെ ഈ ഒരു പ്ലാനിങ്ങോടുകൂടി രൂപരേഖ തയ്യാറാക്കി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തതും അതൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ടാണോ? അഭിനന്ദിക്കേണ്ടതാണ്. മാധ്യമങ്ങളുടെ ക്രെഡിറ്റാണ്. സംശയമുണ്ടോ? അല്ലല്ല, മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണോ ശ്രീ രാഹുൽ ഈശ്വർ? മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണോ അതിരാവിലെ പോലീസ് സംഘം വയനാട്ടിലേക്ക് എത്തുന്നത്? വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനിങ് പോലും അറിയുന്നത് മാധ്യമങ്ങൾ പിന്നീടാണ്. അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ചല്ല കേരള പോലീസ്, പിണറായി സർക്കാരിന്റെ പോലീസ് അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ?
അല്ല, ഏത് പോലീസിന്റെ ആണെങ്കിലും മാധ്യമങ്ങളുടെ കയ്യടികൾ പോലീസിന് പലപ്പോഴും പ്രചോദനമാണ്. അത് ഒരുപാട് കേസിൽ നന്നായി ഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. നിർഭയ പോലുള്ള കേസുകളിൽ നന്നായി ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ സമ്മർദ്ദം പോലീസ് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ആശയങ്ങൾ പോലീസ് ഗൗരവമായി എടുക്കുന്നത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഉയർത്തുന്ന നിലപാടുകൾ പോലീസിനെ ഇൻസ്പയർ ചെയ്യും, പ്രചോദിപ്പിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അങ്ങടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇതില് ഒരു എന്താ പറയുക, നിങ്ങളുടെ നിലപാട് വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, ഈ ശ്രീ രാഹുൽ എവിടെയാണ് വിജയവും പരാജയവും? എവിടെയാണ് ഒരു പെൺകുട്ടി അവിടെ എവിടെയാണ് വിജയം പരാജയം? ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ ഇതിന്റെ കേസ്. ഇതിന്റെ ട്രയലും കാര്യങ്ങളും ഒക്കെ ഇനി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് നടക്കേണ്ടതല്ലേ? അപ്പോൾ അതിന്റെ വിജയം പരാജയവും നിർണ്ണയിക്കാറായിട്ടില്ല. അപ്പോൾ ഞാൻ പറയട്ടെ കടന്നു പറയുന്നതിന് മുൻപായിട്ട് ഒരു പെൺകുട്ടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുകയാണ്, ഇതാണ് എനിക്കുണ്ടായ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ അറ്റൻഷൻ തേടുന്നത് സ്വാഭാവികമായും ആ സ്ത്രീ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നിലയിൽ സ്വാഭാവികമായും ഒരു നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്ന നിലയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയെന്നതാണ്. അല്ലാതെ ഞാൻ അത് ഇത് പറയേണ്ട ഒരു അവസരമല്ല, ഒരു കോൺടെസ്റ്റ് അല്ല. രാഹുൽ ഈശ്വറിന്റെ ആ ചോദ്യത്തിനും ആരോപണത്തിനും മറുപടി പറയേണ്ട ഒരു കോൺടെസ്റ്റ് അല്ല ഇത്. സൂചിപ്പിച്ചത് മാധ്യമങ്ങളുടെ വിജയമായിട്ടാണ് സൂചിപ്പിച്ചത്. ഇനി മാധ്യമങ്ങളുടെ വിജയമല്ല എന്നാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ അവതരിപ്പിക്കുന്ന ആങ്കർമാരും ന്യൂസ് മോഡറേറ്റർമാരുടെയും മുഖത്തേക്ക് നോക്കിയാൽ മതി. അവർ ഉള്ളിലെ സന്തോഷം കടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. എന്ത് രാഹുൽ ഈശ്വർ എന്താണ് അങ്ങ് പറയുന്നത്? രാഹുൽ ഈശ്വർ എന്താണിത്? വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ ഇത് കേരളം എന്ന നാടല്ലേ? കാരണം ഇവിടെ ജയവും പരാജയവും അതെന്താണ്? പോര് വല്ലതും ഉണ്ടായിരുന്നോ? ബോബി ചെമ്മണ്ണൂരുമായിട്ട് കഴിഞ്ഞ നാളുകളിൽ യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മാധ്യമങ്ങളുമായി അദ്ദേഹം? അങ്ങനെ യുദ്ധം നടത്തി വന്ന അല്ലെ അങ്ങനെ സാഹചര്യമൊന്നും ഇല്ലല്ലോ. യുദ്ധപ്രഖ്യാപനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഹണിയുടെ യുദ്ധപ്രഖ്യാപനം അല്ല, അങ്ങനെയുണ്ടെങ്കിൽ മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ? എനിക്ക് പ്രതീക്ഷയോട് ചോദിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. മാധ്യമങ്ങളുടെ പൊതു നിലപാട് എന്താ നമുക്കെല്ലാം അറിയാമല്ലോ. പക്ഷെ പൊതുജനങ്ങളുടെ പൊതു നിലപാട് എന്താണെന്ന് മാധ്യമങ്ങളും കൂടെ മനസ്സിലാക്കണം. മാധ്യമങ്ങൾ 99% ഹണിയോടൊപ്പമാണ്. പക്ഷേ പൊതുജനങ്ങളിൽ 99% കുറെ കൂടെ ബാലൻസ്ഡ് ആയ നിലപാടെടുക്കുന്നവരാണ്, ഹണിയെയും കൂടി വിമർശിക്കുന്നവരാണ് എന്ന് മറക്കാതിരുന്നാൽ മതി. മാധ്യമങ്ങൾ ഒരു വശത്തും മലയാളി ജനത മറുവശത്തുമാണ് എന്ന് മാധ്യമങ്ങൾ മറക്കാതിരിക്കുക വേണമെന്ന് മാത്രം. അതൊക്കെ ഡിബേറ്റബിൾ, അതൊക്കെ വിശാലമായ അർത്ഥത്തിൽ പരിശോധിക്കേണ്ടതാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതൊക്കെ നമുക്ക് ആ ചർച്ചയിലല്ല. നമുക്ക് എന്താണ്, നമുക്കൊരു കേസിന്റെ മെറിറ്റ് പൂർണ്ണമായ മെറിറ്റിലേക്ക് പോലും പോയിട്ടില്ല. ഓക്കെ, രാഹുൽ ഈശ്വർ പറയുന്ന സമ്മതി. പക്ഷേ എന്താണ് അവിടെ ഇന്ത്യൻ നീതിപീഠം നൽകുന്ന അല്ലെങ്കിൽ എന്താണ് ഹൈക്കോടതിയുടെ സമീപകാലമായിട്ട് അറ്റൻഷൻ പോലും രാഹുൽ ഈശ്വർ അറിയാത്ത ആളാണോ? ഹൈക്കോടതി ഇത്തരം സമാനമായ കേസുകളിൽ ഏറ്റവും ഒടുവിലായി നൽകുന്ന അറ്റൻഷൻ അതാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മൾ സംസാരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞു വന്നത് ഒരു KCB ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ നമ്മുടെ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ വെറും കളിയല്ല, ഒരു നിയമ സംവിധാനമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നിയമ സംവിധാനം എത്രത്തോളം അറ്റൻഷൻ കാണിക്കുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇന്നും നാളെയും അത് തന്നെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അതിനെ ആരും എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഏക പോയിന്റ് ഹൈക്കോടതി ജയവും പരാജയവും എന്ന് രാഹുൽ പറഞ്ഞതുകൊണ്ടാണ്. ആരുടെ ജയം ആരുടെ പരാജയം? ഹൈക്കോടതിയുടെ ശ്രദ്ധ ഇതിലും കൂടെ പതിയണം. ഇനി നമുക്ക് കുറച്ചുകൂടെ അല്ലെന്ന് പറയണോ? ഹനി എതിർക്കുന്നവരുടെ വിജയമാണെന്ന് പറയണോ? സത്യസന്ധമായി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലാത്തത്? ഹണിയെ എതിർക്കുന്നവരുടെ നിലപാടിനാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടിയത്. ഇത് സത്യസന്ധമായി തുറന്നു പറയുന്നത് നമുക്ക് എന്താ മടി? ഇന്നല്ലെങ്കിൽ നാളെ ബോസിക്ക് ജാമ്യം കിട്ടുമല്ലോ. ശ്രീ രാഹുൽ ഈശ്വർ ഈ കുറ്റം ചെയ്തവരാണെങ്കിൽ അത് പരാജയപ്പെടണം, അദ്ദേഹം വഴങ്ങണം, നിയമത്തിന് വഴങ്ങണം. അതാണ് നമ്മുടെ വ്യവസ്ഥ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറ്റം ചെയ്തില്ലേ എന്നൊക്കെയുള്ളത് കോടതിന്റെ ആ നടപ്പ് മാർഗങ്ങളിലൂടെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ എന്താണിത്? ഇവിടെ ഒരു ഫസ്റ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി രാമൻപിള്ള എന്ന വക്കീൽ കോടതിയെ സമീപിക്കുന്നു. അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ റിപ്പോർട്ടിംഗ് ആണ് നമ്മുടെ പണി. ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ. അവസാനമായി ഒറ്റ കാര്യം നമുക്ക് വലിച്ചു നീട്ടേണ്ടതില്ല. ഈ അടുത്ത ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കേസ്. അതിൽ വലിയ പ്രതീക്ഷ തന്നെ ഉണ്ടോ പ്രതിഭാഗത്തിന്? അല്ല, തീർച്ചയായും പ്രതീക്ഷ കാണുമല്ലോ. അതായത് ഇത്രയും അദ്ദേഹത്തെ അദ്ദേഹം ഇതൊരു പാഠം ഉൾക്കൊള്ളണം. അതോടൊപ്പം 1 വർഷം അദ്ദേഹത്തെ ജയിലിലിടണം എന്ന കഠോര നിലപാട് ഹണി റോസ് എടുക്കരുത്. അവർ വലിയ കലാകാരിയാണ്. ഒരു കലാകാരി എന്ന രീതിയിൽ അവർക്ക് കഠോരമായ നിലപാടുകൾ എടുക്കരുത് എന്നുകൂടി അവരോട്, എന്നെ വിമർശിച്ചതുകൊണ്ടാണ് അവരെ ബഹുമാനത്തോടെ അവരോട് ഒരു മറുപടി പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്.